സമീപകാലത്ത് CPM-നെ കടുത്ത പ്രതിരോധത്തിലാക്കിയതാണ് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകത്തിനിടയാക്കിയ പെരിയ ഇരട്ടക്കൊലക്കേസ്. കേസിന്റെ വിചാരണാ നടപടികൾ CBI പ്രത്യേക കോടതിയിൽ പൂർത്തിയായ സാഹചര്യത്തിൽ 28-ന് വിധി പറയാനായി മാറ്റുകയായിരുന്നു. കൊച്ചി CBI കോടതി കേസിൽ ഇന്ന് വിധി പറയും. തുടക്കത്തിൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച കേസ് ഹൈക്കോടതി നിർദ്ദേശപ്രകാരം CBI ഏറ്റെടുക്കുകയായിരുന്നു. അന്വേഷണത്തിനൊടുവിൽ ക്രൈംബ്രാഞ്ച് സംഘം 14 പേരെ പ്രതി ചേർത്തു. CBI പിന്നീട് 10 പ്രതികളെ കൂടി കേസിൽ ഉൾപ്പെടുത്തുകയായിരുന്നു. കേസിൽ മുൻ MLA-യും CPM കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ KV കുഞ്ഞിരാമൻ 20-ാം പ്രതിയും കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മണികണ്ഠൻ 13-ാം പ്രതിയുമാണ്. 24 പ്രതികളുള്ള കൊലക്കേസിൽ രാഘവൻ വെളുത്തോളി, N ബാലകൃഷ്ണൻ എന്നിവർക്ക് പുറമെ നിരവധി പ്രാദേശിക നേതാക്കളുമുണ്ട്. CPM പെരിയ ഏരിയ സെക്രട്ടറി ആയിരുന്ന A പീതാംബരനാണ് 1-ാം പ്രതി. 1-ാം പ്രതി പീതാംബരൻ ഉൾപ്പെടെ 11 പ്രതികൾ 5.5 വർഷത്തിലേറെയായി ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. 2019 ഫെബ്രുവരി 17-നാണ് കാസർഗോഡ് കല്യാട് കൊലപാതകം നടക്കുന്നത്. CBI തിരുവനന്തപുരം യൂണിറ്റിലെ DYSP അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. സി മലയാളം ന്യൂസ്, കൊച്ചി, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.